ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ സൗമ്യ, ലൈഫ് കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഏവർക്കും ഫീൽ ബെറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് ഫീൽ ബെറ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽഫ് ലവിനെ കുറിച്ചാണ്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, സെൽഫ് ലവ് ഈസ് നോട്ട് എ സെൽഫിഷ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫിഷ് അല്ല. നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും പ്രയോറിറ്റൈസ് ചെയ്യുന്നതും സെൽഫിഷ് അല്ല. അപ്പോൾ സെൽഫ് ലവ് എന്നാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതുപോലെ നമ്മൾ നമ്മളോട് പെരുമാറുക എന്നതാണ് സെൽഫ് ലവിൻ്റെ അടിസ്ഥാന തത്വം. നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കും. അതുപോലെ നമ്മൾ നമ്മൾക്ക് വേണ്ടിയും സമയം കണ്ടെത്തണം. നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഏറ്റവും ഇഷ്ടമുള്ളവരാണ് നമ്മൾ, അല്ലേ? ചുറ്റുമുള്ള എല്ലാവരും സ്നേഹിക്കുമ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ. നമ്മളെക്കാളേറെ നമ്മളെ സ്നേഹിക്കാൻ ആർക്കാണ് സാധിക്കുക? ആർക്കും സാധിക്കില്ല. നമ്മുടെ ലൈക്സ്, ഗോൾ, പ്രയോറിറ്റീസ്, ഇഷ്ടങ്ങൾ, സ്വഭാവം എന്നിവ ആർക്കാണ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മൾക്ക് തന്നെയാണ്. നമ്മളുടെ സ്വഭാവവും ഇഷ്ടങ്ങളുമെല്ലാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾക്ക് തന്നെയാണ്. നമ്മൾ അൺകണ്ടീഷണലായി പലതും പലർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മൾ പലതും തിരിച്ച് പ്രതീക്ഷിക്കും, എന്നാൽ പലരും ഒന്നും തിരിച്ച് ചെയ്യാറില്ല എന്നതാണ് സത്യം. പലരുടെയും വിശ്വാസം നമ്മൾ ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നാണ്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ത്യാഗമാവണം നമ്മുടെയൊക്കെ ജീവിതം എന്നൊക്കെയാണ്. ഇത്തരക്കാർക്ക് സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കുമോ? ഇല്ലേ ഇല്ല. നമുക്ക് സെൽഫ് ലവ് ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഞാൻ അത്രയ്ക്ക് പോരാ, ഞാൻ ലോക തോൽവിയാണ്, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, എനിക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്നെ ആർക്കും ഇഷ്ടമല്ല, ആരും എന്നെ ബഹുമാനിക്കുന്നില്ല. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ലവ് കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, എൻ്റെ വീട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും സ്നേഹിക്കാത്തതിൻ്റെയും ബഹുമാനിക്കാത്തതിൻ്റെയും കാരണം ഞാൻ എന്നെ സ്നേഹിക്കാത്തതാണോ എന്ന്. യെസ് എന്ന് തന്നെയാണ് ഉത്തരം. നമ്മളെ സ്നേഹിക്കാത്തവരുടെ പുറകെ പോയി സ്നേഹം യാചിക്കുന്നതിന് പകരം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത്. നമുക്ക് നമ്മുടെ മൂല്യം തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ കഴിവുകളും കുറവുകളും തിരിച്ചറിയാൻ സാധിക്കും. കഴിവുകളെ വളർത്തിയാൽ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടാൻ സാധിക്കും. നമ്മുടെ വിജയം കാണുമ്പോൾ നമ്മുടെ ബന്ധുക്കാരും വീട്ടുകാരും കൂട്ടുകാരും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾക്കുണ്ടാകുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സെൽഫ് ലവിലൂടെ നമ്മുടെ ജീവിതം കളറാക്കി മാറ്റാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളുടെ ചുറ്റുമുള്ള ലോകം മാറുമ്പോൾ നമ്മളുടെ ലൈഫും മാറും. എല്ലാവരും സെൽഫ് ലവ് ചെയ്യൂ, ജീവിതം കളറാക്കൂ. താങ്ക് യു ഓൾ. സൈനിങ് ഓഫ്, സൗമ്യ, ലൈഫ് കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്.